സിനിമാ താരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് കായംകുളം MLA യു പ്രതിഭ. ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും. അത്തരം രീതികൾ മാറ്റണമെന്നാണ് MLA പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായുനോക്കികളാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറും. അത്താരം പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാം. എന്റെ നേരെ ഇനി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. നമ്മൾ അതിനൊക്കെ അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, ഏത് യോഗത്തിലാണ് ഈ കായംകുളം MLA യു പ്രതിഭ ഈ ഒരു പരാമർശം നടത്തിയത്? ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണോ, അത് ജനറലായിട്ട് ഈ നഗ്നതയൊക്കെ മറച്ച തുണിയൊക്കെ ഇട്ട് വരണം എന്ന് പറഞ്ഞതാണോ? SKN കായംകുളത്ത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന എരുവ നളന്ത കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 34ാം വാർഷികാഘോഷ വേളയിലാണ്, അതിൻ്റെ യോഗത്തിലാണ് പ്രതിഭാഹരി MLA ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം സദാചാര പ്രസംഗം എന്നുകൂടി അതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഒരാളുടെ വസ്ത്രധാരണം ഏത് രീതിയിലാവണം എന്നതിനെക്കുറിച്ചൊരു ക്ലാസ് കൂടിയാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനോടൊപ്പം അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി സദാചാരം എന്ന് പറഞ്ഞ് എൻ്റെ നേരെ വരരുത് എന്നാൽ ഇപ്പം മോശമായ ഭാഷയിൽ കൂടിയാണ് MLA പറയുന്നത്. അതിൽ പറയുന്ന ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ഘാടനത്തിന് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ വന്നാൽ അവിടേക്ക് മലയാളികൾ ഇടിച്ചു കയറും. ഇത്രയ്ക്ക് വായ്നോക്കുകളാണോ മലയാളികൾ എന്നൊരു അധിക്ഷേപമാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഉദ്ഘാടനങ്ങളിൽ സിനിമാ താരങ്ങൾ എത്തുമ്പോൾ അത് ആണായാലും പെണ്ണായാലും ആരാധന കൊണ്ട് ആരാധകർ എത്തുന്നത് സ്വാഭാവികമാണ്. അവിടെ വലിയ തിരക്കുമുണ്ടാകും. അതിനെയാണ് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് MLA ഇപ്പോൾ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ വൈകുന്നേരം ഇപ്പോൾ ഉള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു വിവാദ പരാമർശം കൂടി നടത്തുന്നുണ്ട്. അതിൽ മോഹൻലാലിനെ പരാമർശിച്ചുകൊണ്ടാണ്, അപമാനിച്ചുകൊണ്ടാണ് ഈ പ്രസംഗത്തിൽ തന്നെ ഒരു വാക്കുള്ളത്. അത് ഇവരുടെ ഈ രാത്രി കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. മോഹൻലാൽ നല്ലൊരു നടനാണ്, അവാർഡൊക്കെ കിട്ടിയ ആളാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ആരാധകർ തന്നെ പഞ്ഞിക്കിടും എന്നുള്ള ഒരു വാക്കോടുകൂടി അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ആ അടിമുടി വിവാദം നിറഞ്ഞ പ്രസംഗമാണ്. അതിൽ കുട്ടികളെ നല്ല വഴിക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഉപദേശിക്കുന്നുമുണ്ട് MLA. എന്തായാലും ഈ പ്രസംഗം ഇതിനോടകം വിവാദമായിട്ടുണ്ട്, വിമർശനവും വലിയ തോതിൽ ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.